പൗരസമാപിക്കുന്ന സ്നേഹവചനം കർത്താവിന്റെ വിശ്വസ്ത നിർവഹിക്കുന്ന ദൈവമക്കളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഭാവത്തിൽ ദൈവം നമുക്ക് നൽകി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കുന്നതായി സ്തോത്രം ചെയ്യുന്നു. 6-ാമത്തെ വാക്യം. അവൻ തന്റെ വിശ്വസ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവൻ ഉത്തരമരുളും. ദൈവകൃതിയോട് സ്തോത്രം ചെയ്യുന്നു. 20-21 സങ്കീർത്തനങ്ങള് ദാവീദിന്റെ സങ്കീർത്തനത്തിന്റെ കേട്ടികൾ തന്നെ ഓർമ്മിച്ചിട്ടുണ്ട്. 20-ാം സങ്കീർത്തനം യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് ദാവീദ് മറ്റ് തന്റെ ജനങ്ങൾ പുരോഹിതർക്ക് ഒരുമിച്ച് കൂടി ആശംസയായിട്ട് വിജയം പ്രാപിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടു. ഈ സങ്കീർത്തനം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നാം കാണുന്നുണ്ട് ദൈവം നൽകുന്ന വിടുതലിനെ ഓർത്തുകൊണ്ട് അവർക്ക് ജയം നൽകിയത് ഓർത്തുകൊണ്ട് വിശ്വാസത്താൽ ദൈവത്തെ ഓർത്തപ്പെടുത്താൻ 20-ാം സങ്കീർത്തനം തന്നെ 20-ാം സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ നാം കാണുന്നുണ്ട് യുദ്ധത്തിന്റെ ജയത്തിന് ശേഷം അത് എഴുതിയെന്ന് കാണുന്നുണ്ടോ. ദൈവനന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൽ സന്തോഷിപ്പാൻ ദൈവത്തിലായിരിക്കുമ്പോൾ കർത്താവിന് വളരെ നന്ദിയുള്ള ദൈവത്തിലായിരിക്കും. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൽ പകരുവാനാണ് ദൈവം ഒരറ്റം മുതൽ പറ്റിയ ഏറ്റവും വരെ ഇഷ്ടം. 20-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ കാണുമ്പോൾ നിന്റെ ഹൃദയത്തിലെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് അവൻ നൽകട്ടെ ഇഷ്ടം. നിന്റെ താല്പര്യം ഒക്കെ നിവർത്തിക്കട്ടെ ഇഷ്ടം. കഴിഞ്ഞ ദിവസം രാത്രിയില് രാത്രി സമയത്ത് കൃതാസന്മാരെ വിളിച്ച് ദൈവത്തിന്റെ കൂട്ടായ്മയുടെ വികസനമായിട്ടും മറ്റ് പല ദിവസങ്ങളുടെ വിഷയങ്ങളോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കൂടി വന്നപ്പോൾ കർത്താവിന്റെ സംഭാഷണം അദ്ദേഹത്തിന്റെ മനസ്സ് ഹാർട്ട് നോപ്പണം ചെയ്തു. കാരണം സഭയുടെ ആത്മീയ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ദിവസങ്ങളില് നമ്മുടെ സഭയുടെ സ്ഥിതിക്ക് ഒരു ഭേദം വരുന്നു. വലിയൊരു ആത്മപകർച്ച ഉണ്ടാകും. എന്നാൽ രാത്രി പറഞ്ഞ കാര്യം ഓർക്കുന്ന കാര്യങ്ങളെ കരുതുന്നു. വലിയൊരു ആത്മപകർച്ചയിലേക്ക് നമ്മുടെ ആരാധന മാറണം, നമ്മുടെ വർഷിപ്പ് നീങ്ങണമെന്ന് ഇന്നലെ രാത്രിയില് ഹോൾ നമ്പർ 6 വെച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരുമിച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്ത് നമ്മൾ പറഞ്ഞു ഓർപ്പിച്ചു. പക്ഷേ ദൈവങ്ങളെ ദൈവം എത്ര വിശ്വസ്തനാണ്. വലിയ ആത്മപകർച്ചയോടെ ദൈവം ആത്മ കൊണ്ട് ശക്തീകരിക്കുന്ന ദൈവം ഹാലലുയ. തന്റെ ഭക്തന്മാരുടെ അവൻ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നൽകുന്ന ദൈവമാണ് ഹാലലുയ. അവൻ നാം ഉപേക്ഷിച്ചാൽ അത് ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അധികം മണിക്കൂറുകളായിട്ട ചുരുക്ക മണിക്കൂറിൽ വ്യത്യാസമില്ല. പ്രൈസ് ഗോഡ്. അനുഭവിച്ച ദൈവങ്ങൾ കരങ്ങളെ ദൈവത്തെ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഹാലലുയ. നമ്മുടെ ദൈവത്തിൽ സമർപ്പിക്കുകയും നമ്മുടെ ആഗ്രഹം ദൈവത്തിൽ അറിയിക്കുകയും ചെയ്തു. അതിനൊത്തോടെ നമ്മെ സഹായിക്കുന്ന ഇവിടെ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ യഹോവ ഇതൊരു സംഭാഷണ സങ്കീർത്തനമാണ്. ജനങ്ങൾ സംസാരിക്കുന്നുണ്ട്, ദാവീദ് സംസാരിക്കുന്നുണ്ട്, പുരോഹിതൻ സംസാരിക്കുന്നു. ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടിയുള്ള സംഭാഷണ സങ്കീർത്തനം ഉറപ്പിക്കുന്നു. ഇവിടെ പ്രാരംഭത്തിൽ ഉറപ്പിക്കുമ്പോൾ തന്നെ യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരവരുമാനാണ് ഇഷ്ടം. യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുന്നതാണ്. നമ്മൾ പാട്ടുകളൊക്കെ പാടി യേശുവിന്റെ നാമത്തെക്കുറിച്ച്, സകല നാമത്തിനും മേലായ നാമത്തെക്കുറിച്ച് നാം പാടി സംസാരിച്ചു. ഈ നാമത്തിന് മേലായ ഒരു നാമമില്ല. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ അവൻ രക്ഷ നൽകുവാൻ മറ്റൊരു നാമമല്ല. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമല്ലെന്ന ഈ നാമമല്ലാതെ മറ്റൊരു നാമം യേശുവിന്റെ നാമം സകല നാമത്തിന് മേലായ നാമമായിരിക്കുന്നത്. ഈ നാമം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. യാക്കോബിൻ ദൈവത്തിന്റെ നാമത്തിന്റെ ഉയർത്തുമാണ്. പ്രൈസ് ഗോഡ്. യാക്കോബിന്റെ അവസ്ഥകൾ നാം ഓർക്കുന്ന നാമാണല്ലോ. നമുക്ക് ചരിത്രം ഓർക്കാൻ പറ്റും. പ്രൈസ് ഗോഡ്. ആമേൻ. കല്ല് തലയണയായ കുട്ടൻ സ്വർഗത്തേക്ക് നോക്കിയ അതിനെ ബഥേലാക്കുവാൻ ദൈവത്തിന്റെ ദൈവശബ്ദം കേൾപ്പിച്ചവരെ അവിടുന്ന് അവൻ കൊണ്ടുപോയി പോയ വഴികളൊക്കെ ദൈവ സാന്നിധ്യം കൂടിയിരുന്നു.
മടക്കി അവനെ ആ ദേശത്തേക്ക് കൊണ്ടുവന്ന് അവനെ അനുഗ്രഹിച്ച വിധങ്ങൾ നമുക്കറിയാവുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ നമ്മുടെ എഴുതിയിരിക്കുന്ന സംഘത്തുകാരൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ നാമം നമ്മെ ഉയർത്തുന്ന നാമമാണ്. ഹല്ലേലൂയ. പിന്നെയും വിശുദ്ധ മന്ദിരത്തിൽ നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോൻ നിന്നെ താങ്ങുമാറാകട്ടെ. ദൈവങ്ങളെ, നമ്മെ സഹായിക്കുന്ന കരം അത് വിശുദ്ധ മന്ദിരത്തിൽ നിന്നാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കരങ്ങളൊക്കെ അവൻ അവിശ്വാസത്തിന്റെ കരങ്ങളായിരിക്കുമ്പോൾ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ അവൻ കരങ്ങൾ നാം കാണണമെങ്കിൽ സ്വർഗത്തിലേക്ക് നോക്കണം. വിശുദ്ധ മന്ദിരത്തിൽ കരം വരണം. പലപ്പോഴും പക്ഷേ നമ്മളെ അക്ഷരീയമായ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല. എന്നാൽ വിശ്വാസ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയും. അത് വിശുദ്ധ മന്ദിരത്തിൽ നയിക്കുന്ന കരമാണ്. ഹല്ലേലൂയ. സിയോൻ നമ്മളെ താക്കുന്ന കരമാണ്. പ്രൈസ് ഗോഡ്. ഇത് നിന്നെ താങ്ങുമാറാകട്ടെ എന്ന് പറഞ്ഞ് ആശംസയോടെ ഹല്ലേലൂയ അവൻ പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവത്തിന്റെ അവർ അപേക്ഷകൾ കഴിക്കുക. ദൈവത്തിലെ അപേക്ഷകളെ അവർ കഴിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവൻ മൂന്നാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നിന്റെ വഴിപാടുകൾ നിന്റെ ഹോമയാണ് ഓർക്കട്ടെ. ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്ന വിഷയം, ഇത് വളരെ കോൺഫിഡൻസ് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് തന്നെ അവൻ പ്രാർത്ഥിക്കുന്നു. ഇത് ലഭിച്ചു എന്ന് ഓർത്തുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അവൻ നിന്റെ വഴിപാടുകളൊക്കെ അവൻ ഓർക്കട്ടെ, നിന്റെ ഹോമയാഗം അവൻ കൈക്കൊള്ളുമാർ. ഇതൊക്കെ അവൻ വിശ്വാസത്തോടെ തന്നെ അവൻ ദൈവത്തിലേക്ക് അവൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ബലം പ്രാപിപ്പാക്കണം. ഹല്ലേലൂയ. നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ഗോഡ്. അവൻ ഇതൊക്കെ ദൈവത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ ഒരു കാര്യം വളരെ വാസ്തവമാണ്. കാരണം ദൈവപ്രവൃത്തി കാണുമെന്നുള്ള വളരെ നിശ്ചയത്തോടുകൂടി തന്നെയാണ് നമ്മൾ പലപ്പോഴും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാറില്ലേ, ആശംസകൾ നേരാറില്ലേ. പ്രൈസ് ഗോഡ്. പലപ്പോഴും നാമും SMS അയക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യും പറയുന്നില്ലയോ. പ്രൈസ് ഗോഡ്. ഒരു വിവാഹ ശുശ്രൂഷയൊക്കെ ആകുമ്പോൾ നമ്മൾ അനുഗ്രഹിച്ച് വാക്കുകൾ അയക്കാറില്ലേ. May the Lord bless you and your family അല്ലെ. പ്രൈസ് ഗോഡ്. നമ്മളും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാറുണ്ട്. പ്രൈസ് ഗോഡ്. ഇവിടെ ഓർപ്പിക്കുന്ന വിഷയം അനുഗ്രഹിച്ച് അവൻ പ്രാർത്ഥിക്കുമ്പോൾ വളരെ അവൻ കോൺഫിഡൻസോടുകൂടി അവൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതായത് ദൈവത്തിന്റെ പ്രവർത്തിക്കായിട്ട് അവൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മുടെ വായിച്ച ഒരു ഭാഗത്തേക്ക് മടങ്ങി വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 6-ാമത്തെ വാക്യം ദാവീദിന്റെ വാക്കുകൾ ഓർമ്മിക്കുന്നത് യഹോവ ദാവീദിന്റെ വാക്കുകളെന്നോ പുരോഹിതന്മാരുടെ വാക്കുകളെന്നോ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഇവിടെ ആ വിഷയം ഓർമ്മിക്കുമ്പോൾ യഹോവ തന്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. യഹോവ തന്റെ അഭിഷക്തന്മാർക്ക് രക്ഷ നൽകുന്നുള്ള വിഷയം അവൻ വാസ്തവമായി അറിയുന്നത് ഇപ്പോൾ അറിയുന്നതിനെ ഓർത്തുകൊണ്ടാണ്. പ്രൈസ് ഗോഡ്. അവൻ ഇംഗ്ലീഷ് ഓർമ്മിക്കുന്നത് now I know that the Lord saves his anointed, he will answer him from his holy heaven. ഒരു കാര്യം വളരെ വാസ്തവമായിട്ട് അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം ഞാനിപ്പോൾ അറിയുന്നുള്ളത് ബോധ്യമായതുകൊണ്ടാണ്. ദൈവത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ദൈവമക്കൾ കൂടി അവൻ പുരോഹിതന്മാർ കൂടി ഒരുമിച്ച് അവൻ ദൈവത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ദാവീദിന് ഒരു കാര്യം വളരെ ബോധ്യമാകുന്നുണ്ട്. പ്രൈസ് ഗോഡ്. എന്താകുന്നു അത്? ഒരു രക്ഷ തനിക്ക് വരുന്നു എന്നുള്ള കാര്യം അവൻ വളരെ വ്യക്തമാണ് കൊടുക്കുക. പ്രൈസ് ഗോഡ്. അവൻ തന്റെ അഭിഷക്തനെ അവൻ രക്ഷിക്കുന്നുള്ള കാര്യം ഇപ്പോൾ ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഥാവിനോട് സ്തോത്രം ചെയ്തു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവന്റെ വലങ്കരം നീട്ടിക്കൊണ്ടാണ്. കാരണം ഇത് പറയുവാൻ കാരണം അവൻ 7-ാമത്തെ വാക്യത്തിൽ ചില രഥങ്ങളിലും കുതിരകളും ആശ്രയിക്കുന്നു. സകലത്തിന്റെ വാക്യം വേറെ കാണുന്നുണ്ട്. സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല. ജയത്തിന് കുതിര വ്യർത്ഥമത്രേ. കാരണം ഒരു കാര്യം വളരെ വ്യക്തമാണ്. തന്റെ ആശ്രയം ദൈവത്തിൽ ആണെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയം വെക്കുന്നത് ദൈവം തനിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുമെന്നുള്ള അവർ വളരെ ബോധ്യം നിശ്ചയമുണ്ട്. ദൈവത്തിൽ ഇരിക്കുമ്പോൾ ഇപ്പോൾ വളരെ നിശ്ചയം പ്രാപിച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇവിടെ അവർ ദൈവത്തെല്ലാം പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തെല്ലാം ഇരുന്നപ്പോൾ അവന്റെ ഉള്ളിൽ ബലം നൽകിയിരിക്കുക. ദൈവത്തിലെ സന്തോഷം നമ്മുടെ ബലമാണല്ലോ. ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഉള്ളം സന്തോഷം ദൈവത്തിൽ വലിയ സന്തോഷം നൽകി, ദൈവത്തിന് ബലം നൽകി. വലിയ കോൺഫിഡൻസുമായിട്ടാണ് രക്ഷയ്ക്കായിട്ട് തനിക്കൊരു രക്ഷ ഉണ്ടെന്നുള്ള കാര്യം വളരെ ബോധ്യമായിരിക്കാം.
പ്രൈസ് ഗോഡ്. ദാവീദാണെങ്കിൽ തന്റെ ജീവിതത്തില് സിക്ലാഗിന്റെ അനുഭവം രാവിലെ ഓർമ്മിച്ച വിഷയമാണ്. 400 പേരുടെ കൂടി യുദ്ധത്തിന് പോകാൻ തയ്യാറായിരിക്കുമ്പോൾ ദൈവം തനിക്ക് ബലം നൽകി ധൈര്യപ്പെടുത്തിയപ്പോൾ തന്നെ ദൈവത്തോട് അവൻ ആലോചന ചോദിക്കുന്നത്, ഈ പരീക്ഷയെ ഞാൻ പിന്തുടരണമോ? പ്രൈസ് ഗോഡ്. അമാലേക്കിനെ ഞാൻ പിന്തുടരണം. ദൈവത്തിന്റെ ആലോചന ലഭിച്ചു. പിന്തുടരാൻ തന്നെ അവരെ പിന്തുടർന്നവരെ തോൽപ്പിച്ച് അവൻ മടങ്ങി വന്ന ദാവീദിനെ കാണുവാൻ കഴിയുന്നുണ്ട്. കാരണം കൂടെ ഉള്ളവരൊക്കെ പഴി പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി നിരാശപ്പെടുത്തിയപ്പോൾ ദാവീദിന്റെ ആശ്രയം ദൈവത്തിലായിരുന്നു. കൂടെ ഉള്ളവർക്ക് വളരെ ഭയമായിരുന്നു. കാരണം തന്നെ വീട്ടുകാരെ വിട്ടിട്ട് പോയ കുടുംബക്കാരെയൊക്കെ ഓർത്തപ്പോൾ കൂടെയുള്ള യോദ്ധാക്കള് കൂടെ യുദ്ധത്തിന് പോയവരൊക്കെ അവൻ നിരാശപ്പെടുത്തിയപ്പോൾ തനിക്ക് ഉള്ളിൽ വലിയ ബലം നൽകി ദൈവത്തിന്റെ ബലമായിരുന്നു. അപ്പോൾ ആ ബലം പണ്ട് പ്രാപിച്ച അവൻ അനുഭവമുള്ളതുകൊണ്ട് ദൈവത്തിന് പ്രാപിച്ച ബലമായി മുന്നോട്ട് നീങ്ങുക. അവൻ മുൻപോട്ട് നീക്കി ദൈവത്തിന് പ്രാപിച്ച ബലം, ദൈവം ബലം നൽകിയപ്പോൾ, ദൈവശക്തി നൽകിയപ്പോൾ പോയി കീഴടക്കി തന്റെ ശത്രുവിനെ കീഴടക്കി തിരിച്ചു വന്നാണ് കാണുന്നത്. ഇവിടെ ആ ദൈവഭാഗത്ത് നാം കാണുന്ന ഒരു വിഷയം, ദൈവത്തിൽ അപേക്ഷിച്ചപ്പോൾ, നിലവിളിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ വലിയൊരു ബോധ്യം ദാവീദിന്റെ ഉള്ളിൽ നൽകി. എന്നെ കേൾക്കുന്ന ദൈവങ്ങളെ, പലപ്പോഴും നാം വിഷയങ്ങളുമായിട്ട് ദൈവത്തിലായിരിക്കും. ദൈവത്തിന്റെ മുഴക്കാലം മടക്കിയിരിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്കായിട്ട് നാം സമയം കണ്ടെത്തുമ്പോൾ, ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ദൈവം ബലം നൽകിയ അനുഭവങ്ങളിലെ നമ്മുടെ വിഷയങ്ങൾക്കായി ദൈവം നമ്മോട് അരളിച്ചിരുന്ന സമയങ്ങളിലെ ദൈവത്തിന് വിശ്വാസം. ഇവിടെ കാണുന്നത് അവർക്ക് മറുപടി ലഭിച്ചിട്ടല്ല. ഒരു കാര്യം വളരെ നിശ്ചയമായിരുന്നു, അവൻ രക്ഷ, തന്റെ അഭിഷേകത്തിന് രക്ഷ നൽകുന്ന ഒരു വലിയ ബോധ്യമുണ്ടായിരുന്നു, വലിയ ബലമുണ്ടായിരുന്നു, വലിയ ധൈര്യമുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. പൗലോസ് പറയുന്ന പോലെ എന്റെ ശക്തനാകുന്ന മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകും. ദാവീദ് വീണ്ടും സങ്കീർത്തനത്തോട് ഓർപ്പിക്കുന്ന പോലെ, നിന്നാൽ ഞാൻ പടം കൊടുത്തതിനെ പാഞ്ഞിലും എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ആ ബോധ്യമുള്ളതുകൊണ്ട് നാം ദൈവത്തിൽ മുഴക്കാലം അടങ്ങിയിരിക്കുമ്പോൾ സ്തോത്രം, നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായി നമ്മൾ സംസാരിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ബലം നൽകും. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ധൈര്യപ്പെടുത്തും. പ്രൈസ് ഗോഡ്. എന്തുകൊണ്ടാ? പ്രാർത്ഥനയ്ക്കുള്ള ദൈവത്തിന്റെ ഒരു നിശ്ചയമാണ്, അതിനൊരു മറുപടി. കാരണം എവിടുന്നാ വരുന്നത്? നമ്മുടെ ആശ്രയം എവിടെയാണ്? ദൈവത്തിന് ആശ്രയിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി എന്നൊക്കെ ഓർമ്മിച്ച പോലെ തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ നമുക്ക് നൽകുന്ന ദൈവം ഹാലേലൂയ നമുക്ക് ബലം നൽകി. ഹാലേലൂയ. അവൻ ദൈവത്തിൽ കടന്നു വരുമ്പോൾ അവന്റെ സന്തോഷം നമുക്ക് നൽകി. ദൈവത്തിന്റെ സന്തോഷം നമ്മുടെ ബലമായിരിക്കുമ്പോൾ ഹാലേലൂയ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, രഥങ്ങളിലും കുതിരകളുമല്ല ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ ദൈവത്തോടെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഹാലേലൂയ വളരെ നിർണയത്തോടുകൂടി അവൻ വളരെ ബോധ്യപ്പെട്ടുകൊണ്ട് അവൻ ദൈവത്തിൽ അവൻ ബലം പ്രാപിച്ച് മുന്നേറുവാൻ സഹായിക്കുന്ന ദൈവമാണ്. അവൻ ദൈവത്തിൽ അവൻ പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുകളെ മടക്കുമ്പോൾ ഹാലേലൂയ പ്രാർത്ഥനയ്ക്കുള്ള അവൻ മറുപടി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണമാകട്ടെ. ഹാലേലൂയ. ലഭിച്ചു എന്ന് ഓർത്തുകൊണ്ട് പലപ്പോഴും ദൈവങ്ങളെ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയുടെ താമസങ്ങളുടെ ഇതോടൊരു കാരണമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ എനിക്ക് ഓർക്കാവുന്ന ഒരു വിഷയം, ചില വിഷയം കൂടി പ്രാർത്ഥിച്ച് മറുപടി നീങ്ങിയപ്പോൾ ഹാലേലൂയ ദൈവാത്മാവ് ഓർമ്മിച്ച വിഷയം, നീ വീണ്ടും കിടന്ന് നിലവിളിക്കാതെ ചില അവൻ ചില വഴികൾ തുറക്കുന്ന വിഷയമായിരുന്നു. നിലവിളിക്കാതെ ലഭിച്ചു എന്ന് ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവാത്മാവ് വലിയ ബലമാണ് നൽകിയ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവമേ നീ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തെ വാഴ്ത്തിയപ്പോൾ, ദൈവത്തിന് നന്ദി കരയറ്റിയപ്പോൾ ഹാലേലൂയ ദൈവങ്ങളെ നിങ്ങൾ വിശ്വാസത്തിനായിട്ട് ഓർമ്മിക്കുക. ചുരുക്ക ദിവസങ്ങൾ എടുത്തുള്ളൂ ദൈവങ്ങളുള്ള വഴി കർത്താവ് തുറന്നു. ഓ ഹാലേലൂയ. അവരൊക്കെ വരും ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവൻ ജോയിൻ ചെയ്യുവാൻ ദൈവം വഴികളെ തുറന്നു. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ധൈര്യം പ്രാപിച്ചുകൊണ്ട് അവൻ നാം ആരാധിക്കുന്ന ദൈവം ആരാണ്? ഹാലേലൂയ. നാം വിളിച്ചപേക്ഷിക്കുന്ന നമ്മുടെ ദൈവം ആരാണ്? ഹാലേലൂയ. നാം സേവിക്കുന്ന ദൈവത്തെ പോലെ അവൻ മറ്റൊരു ദൈവമുണ്ടോ? ഹാലേലൂയ. പ്രൈസ് ഗോഡ്. ഈ ദൈവത്തെ സേവിക്കുവാനുള്ള ഭാഗ്യങ്ങളുടെ ദൈവങ്ങൾ കരമേൽക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുകയാണ്. ജീവനുള്ള സത്യദൈവത്തെ ആരാധിപ്പാൻ, വിളിച്ചപേക്ഷിപ്പാൻ ദൈവം നമ്മെ അവൻ വിളിച്ച് വേദനിച്ചു നോക്കുന്നത്. ഹാലേലൂയ. അവൻ കല്ലിന്റെയും മണ്ണിലെയും അവൻ ആരാധിക്കുന്നത്. ഹാലേലൂയ. അവൻ ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, അവൻ മുക്കുണ്ടെങ്കിലും മടക്കാത്ത അവൻ ദൈവത്തെ ആരാധിക്കുന്നത് നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ, അല്ലെ നമ്മുടെ
വായിച്ചോണ്ട് യഹോവേ രാജാവിനെ രക്ഷിക്കണമേ. Praise God. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. ദൈവത്തിനോട് സ്തോത്രം. എല്ലാവരും സർവസ്വയോടെ ദൈവങ്ങളെല്ലാം കൂടെ അവൻ ദാവീദ് രാജാവ് പ്രൈസ് ഗോഡ് അവൻ ജനങ്ങളെ പുരോഹിതന്മാരെ സകലരും ചേർന്ന് അവൻ മഹാരാജാവിനെ പ്രൈസ് രാജാതി രാജാവിനോട് വിളിച്ചപേക്ഷിക്കുക. അവൻ രാജാവിനെ രക്ഷിക്കണമേ, ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമേ. ദൈവസഭയായിട്ട് ദൈവത്തെ നമുക്ക് ബന്ധപ്പെടുത്താമോ? രാജാതി രാജാവിനോട് വിളിച്ചപേക്ഷിക്കാമോ? അവൻ ഞങ്ങൾക്ക് രക്ഷ നൽകണമേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവസഭ ഒരുമിച്ച് ദൈവത്തെ ബന്ധപ്പെടുത്തിയാൽ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചാൽ അവൻ ഇറങ്ങി വന്ന് അവന്റെ സാന്നിധ്യം കൊണ്ട് ശക്തിപ്പെടുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. നദിയോടെ സ്വന്തം ഞങ്ങൾ രക്ഷിക്കണമേ. അവൻ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരവല്ലേ. നീ അപേക്ഷിക്കുന്ന അവൻ ഞാൻ നിനക്ക് ഉത്തരവല്ല. അവൻ ഞാൻ നിനക്ക് ബലം നൽകി നിന്റെ സന്തോഷം ഉള്ളിൽ നൽകി സകലത്തെ തോന്നിക്കുന്ന പോലെ അവൻ നീ ഭൂമിയുടെ നീ എന്നോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ നിനക്ക് ഉത്തരവല്ല. ഉത്തരവല്ല ദൈവത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, ദൈവത്തോട് വിളിച്ചപേക്ഷിക്കാം. ഇവരെ സഹായിക്കും. സങ്കീർത്തനത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടകാലത്തിൽ നമുക്ക് ഉത്തരമല്ലെന്ന ഒരു ദൈവം, യാക്കോബിന്റെ ദൈവം നമ്മെ ഉയർത്തും എന്നുള്ളത് ഇന്ന് ഈ സന്യാസം ഇവിടെ ആയിരിക്കുന്ന നമ്മോടുള്ള ദൈവത്തിന്റെ ദൂതാണ്, ദൈവത്തിന്റെ ആലോചനയാണ്. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നമുക്ക് നൽകും, നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കുമെന്നുള്ളത്. ഏത് സന്യാസം ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നൽകി നമ്മുടെ താല്പര്യങ്ങളെ നിവർത്തിച്ച് കഷ്ടകാലത്തിൽ ഉത്തരവന്യ ദൈവത്തിന്റെ നാമം നമ്മെ ഉയർത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ട് കാണുന്ന ദിനങ്ങൾ